ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് എന്ന പാഠഭാഗത്തിൻ്റെ 2ാമത്തെ വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം നമ്മൾ ഒരുവിധമുള്ള ടോപ്പിക്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇൻകം, എന്താണ് ജോബ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേജ്, സാലറി ഡിഫറൻസ് എല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് പേജ് നമ്പർ 45 ഡിഫറെൻറ്റ് എംപ്ലോയ്മെൻറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് എംപ്ലോയ്മെൻറ്റ്സിൻ്റെ ഡിഫറൻസ് എംപ്ലോയ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ നമുക്ക് കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് എന്താണ്? ഒരു ഹെൽത്ത് കെയർ ആണ് അല്ലേ. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറി ആണ്, അഥവാ കന്നുകാലി വളർത്തലാണ്. അതുപോലെ തന്നെ അടുത്തത് ടീച്ചിങ് ആണ്. പിന്നെ നോക്കുന്നത് ഡ്രൈവറാണ്. പിന്നെ എന്താണ്? ഫാർമിംഗ് ആണ് അല്ലേ, അഥവാ അഗ്രികൾച്ചർ പാർട്ടാണ്. അത് കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് അല്ലേ. ഇത്രയുമാണ് നമുക്ക് ഈ പിക്ചേഴ്സിൽ കാണാനുള്ളത്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ എബവ്, വാട്ട് എംപ്ലോയ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ എന്തൊക്കെ എംപ്ലോയ്മെൻറ്റ്സ് ആണ് നിങ്ങൾ കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നിവിടെ തന്നിട്ടുണ്ട് ടീച്ചിങ്, പിന്നെന്താണ് ഫാർമർ അല്ലേ, ഫാർമർ ഉണ്ട്. അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, ഡോക്ടർ ഉണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഒന്നും കൂടെ പറയാം: ടീച്ചിങ്, ഫാർമർ, അനിമൽ ഹസ്ബൻഡറി, ഡ്രൈവർ, ഡോക്ടർ, അഡ്വക്കേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കൂ. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സും നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് ആദ്യം നോക്കാം. അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ യൂസിങ് ദ നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ് ആൻഡ് ഫൈബർ പ്രൊഡക്ഷൻ, അനിമൽ ഹസ്ബൻഡറി ആൻഡ് പിസികൾച്ചർ എക്സെട്ര. അപ്പോൾ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സോ അല്ലെങ്കിൽ ഫുഡോ അത്തരത്തിലുള്ള ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഫൈബർ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ പ്ലാന്റ്സ് ഫോർ ഫുഡ് ഉണ്ടായിരിക്കാം, അനിമൽ ഹസ്ബൻഡറി ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ പിസികൾച്ചർ. ഇത്തരത്തിലുള്ള മേഖലയിലുള്ളതിനെയാണ് നമ്മൾ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്ന ഒന്നാണ് ഈ ഒരു അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ് സെക്ടർ എന്ന് പറയുന്നത്. 46.5% ഓഫ് ടോട്ടൽ വർക്ക് ഫോഴ്സ് ഇന്ത്യ ഈസ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഇന്ത്യയിലെ തന്നെ 46.5% വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ജോലികളാണെന്നാണ് പറയുന്നത്. ദെൻ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്താണ്? ഓൾ കൈൻഡ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. എല്ലാ തൊഴിലുകളും നമ്മുടെ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ടതല്ല. അതല്ലാതെയുള്ള വർക്കിനെയാണ് നമ്മൾ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആർ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. എന്തൊക്കെയാണ്? മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലൊക്കെ നടക്കുന്ന വർക്കുകളൊക്കെ ഈ ഒരു നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സിൽ പറയുന്നതാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് ഇൻക്ലൂഡ് മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്സ്, കൺസ്ട്രക്ഷൻ, ബിസിനസ്, ബാങ്കിങ്, ടീച്ചിങ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വർക്ക് ഇൻ ദ ഫാക്ടറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്, കൺസ്ട്രക്ഷന്, ബിസിനസ്, ബാങ്കിങ്, ടീച്ചിങ്, ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ക്യാരീഡ് ഔട്ട് ബൈ ദ അഗ്രികൾച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ? മേക്ക് നോട്ട്സ്. നിങ്ങളുടെ സ്കൂളിൽ അഗ്രികൾച്ചർ ക്ലബിൻ്റെ കീഴിൽ നടത്തുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളാണുള്ളതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ്, complete the table given below by classifying the employments found in your surroundings into agricultural and non-agricultural. നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള അഗ്രികൾച്ചറലായിട്ടും അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചറലായിട്ടുള്ള വർക്കിനെ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ്സിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് കൾട്ടിവേഷൻ ഓഫ് റൈസ്, പിസികൾച്ചർ, പിന്നെ എന്തൊക്കെ കൊടുക്കാം? പോൾട്രി ഫാമിംഗ്, ഫ്ലോറികൾച്ചർ ആൻഡ് എപ്പികൾച്ചർ. ഓക്കെ, ഇനി നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിലാണെങ്കിലോ ബിസിനസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ടീച്ചിങ്, എൻജിനീയർ, ദെൻ ഡോക്ടർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്.
നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതാണ്. സിബീസ് പാരൻസ് റൺ എ പിക്കിൾ യൂണിറ്റ് കോൾഡ് എ സ്റ്റാർ പിക്കിൾസ്. സിബിയുടെ പാരൻസ് ഒരു പിക്കിൾ യൂണിറ്റ്, ഒരു അച്ചാർ കമ്പനി നടത്തുന്നുണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റാർ പിക്കിൾസ് എന്നുള്ളത്. ദേ സ്റ്റാർട്ടഡ് ദിസ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് with the help of the government in a situation where there was no employment of their own and now it's moving ahead profitably. എന്താണ്, അവർക്ക് ഒരു ജോലിയും ഇല്ലാത്ത സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവർ ഇനീഷ്യേറ്റ് എടുത്ത ഒരു ഇതാണ് ഈ ഒരു എംപ്ലോയ്മെൻ്റാണ് ഇവരുടെ ഈ ഒരു പിക്കിൾ കമ്പനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിക്കിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് എന്താണ്, ആദ്യം ഒരു പ്രോഫിറ്റ് ഒന്നും ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് മൂവിങ് ഹെഡ് പ്രോഫിറ്റബിളി, ഇപ്പോൾ ഇത് പ്രോഫിറ്റ് ആയിട്ടാണ് പോകുന്നത്. അറൌണ്ട് 10 ഫാമിലീസ് ആർ ഗെറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ത്രൂ ദിസ് ഇനീഷ്യേറ്റീവ് അപ്പാർട്ട് ഫ്രം ബീങ് എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ സിബീസ് ഫാമിലി. അതുപോലെ തന്നെ ഈ ഒരു പിക്കിൾ യൂണിറ്റ് തുടങ്ങിയപ്പോൾ ചുറ്റുമുള്ള 10 ഫാമിലിക്കും കൂടെ അവിടെ എന്താണ് ജോലി കിട്ടുകയും ചെയ്തു. അതും ഈ ഒരു സിബീസ് ഫാമിലിയുടെ ഇൻകത്തിൻ്റെ സോഴ്സിൽ നിന്നാണ് അവർ കൊടുക്കുന്നത്. ഈ ഒരു സിബീസ് ഫാമിലിയുടെ ഇനീഷ്യേറ്റീവിൽ ആണ് ഈ ഒരു 10 ഫാമിലിക്കും കൂടെ അവിടെ ജോലി കിട്ടിയത്. ഹാവ് യു റീഡ് ദ നോട്ട്, നിങ്ങളിത് വായിച്ചോ? ഹാവ് യു നോട്ടീസ് സച്ച് എ വെഞ്ചേഴ്സ് ദാറ്റ് ആർ റൺ ബൈ ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. ഇവിടെ ആരാണ്, ഇൻഡിവിജ്വൽസ് ആണോ അല്ലെങ്കിൽ ഗ്രൂപ്പാണോ, ഇത് ആരാണ് നടത്തുന്നത്? ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഒരു ഇൻഡിവിജ്വലായിട്ടും ഒറ്റക്കും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ടും നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റുപാട് നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് മീൻസ് ഏർണിംഗ് എ ലൈവ്ലിഹുഡ് ത്രൂ ഇൻഡിപെൻഡൻറ്റ് എക്കണോമി ആക്ടിവിറ്റി വിത്തൗട്ട് ബീയിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് എനി എംപ്ലോയർ. ഒരു എംപ്ലോയറിൻ്റെ കൺട്രോളിലുമില്ലാതെ ഇനീഷ്യേറ്റീവിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് ഹാവ് ദെയർ ഓൺ enterprise and at the same time carry out all the responsibilities of an employee. എന്താണ്, ഇങ്ങനെ നടത്തുമ്പോൾ ആ ഒരു ഇതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കും. അവിടെ അയാൾ തന്നെയായിരിക്കും അയാളുടെ എൻ്റർപ്രീനർ എന്ന് പറയുന്നത്, അല്ലാതെ അയാൾക്കൊരു ഓണറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻഡിവിജ്വൽസ് മോസ്റ്റ്ലി മാനേജ് ദ എൻ്റർപ്രൈസ് അലോൺ. അവരൊറ്റക്കായിരിക്കും ഇതൊക്കെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. സെൽഫ് എംപ്ലോയിഡ് എൻ്റർപ്രീനേഴ്സ് ആർ ദ സോൾ ബെനിഫിഷ്യറീസ് ഓഫ് ദ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. അതിൽ നിന്നും കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് അവർക്ക് ഒറ്റയ്ക്ക് ആയിരിക്കും, അഥവാ വേറെ ആർക്കും ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല. ഡോൺ യു സീ ഗ്രോസറി ഷോപ്പ്, ടൈലറിംഗ് ഷോപ്പ്, ബേക്കറീസ് എക്സെട്ര റൺ ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഏരിയയിൽ തന്നെ ഷോപ്സ് ഉണ്ടായിരിക്കും, ടൈലറിംഗ് ഷോപ്പ് ഉണ്ടായിരിക്കും, ബേക്കറി ഉണ്ടായിരിക്കും. അതൊക്കെ ഒറ്റക്കൊരാളാണോ അതോ കൂട്ടമായിട്ടാണോ അത് നടത്തിക്കൊണ്ടു പോകുന്നത്? ദീസ് ആർ എക്സാമ്പിൾ ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചേഴ്സ്. ഫൈൻഡ് ഔട്ട് ദ സം അതർ എക്സാമ്പിൾസ് ആസ് വെൽ. എന്താണ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ ഏരിയയിൽ ഇനിയും ഒരുപാട് സെൽഫ് എംപ്ലോയ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? അതൊക്കെ നിങ്ങൾക്കൊന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ ടൈപ്സ് ഓഫ് ജോബ് ദേ ആർ റിലേറ്റഡ് ടു. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ഓരോരുത്തരും ചെയ്യുന്ന ജോബ് എന്നുള്ളത് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എന്താണ്, അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ ഒരു ടൈലറാണ് അല്ലേ? അപ്പോൾ അവിടെ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? ടൈലറാണ്. അപ്പോൾ അവിടെ ടൈലർ എന്ന് എഴുതി കൊടുക്കുക. ദെൻ സെക്കൻഡ് വണ് അവിടെ ബാഗ് ഉണ്ടാക്കുകയാണല്ലേ? അപ്പോൾ ബാഗ് മേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. സി എന്ന് പറയുന്നത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയാണ്. ദെൻ ഡി എന്ന് പറയുന്നത് പിക്കിളാണ് അല്ലേ? പിക്കിൾ യൂണിറ്റ് ആണ്. ദെൻ ഇതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയിഡ് എൻ്റർപ്രൈസസ്. സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള എൻ്റർപ്രൈസസിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽസ് ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ സ്വയം ഏൺ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കും. ദെൻ കൺട്രോൾ ആൻഡ് ഇൻഡിപെൻഡൻസ് ആയിരിക്കും. സ്വന്തം ഇതിൽ സെൽഫ് കൺട്രോളും സെൽഫ് ഇൻഡിപെൻഡൻസും ഉണ്ടായിരിക്കും. ദെൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേജർ റോള് തന്നെ അവർ വഹിക്കുന്നുണ്ട്. ദെൻ ദ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ്സ് വേരിയസ് സ്കീംസ് ടു പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ്. എന്താണ്, ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട്
സ്കീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ് ആൻഡ് ബെനിഫിഷ്യറീസ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ നവജീവൻ പ്രൊജക്റ്റ് ആണ്. അത് സീനിയർ സിറ്റിസൺസിനുള്ളതാണ്. ദെൻ കൈവല്യ എന്നുള്ളത് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്കുള്ളതാണ്. ദെൻ ശരണ്യ അത് വുമൻസിനുള്ളതാണ്. ഓക്കെ, ഗിവൺ ബിലോ ആർ ദ എക്സ്പീരിയൻസ് ഓഫ് സം പീപ്പിൾ ഹു ഹാവ് അച്ചീവ്ഡ് സക്സസ് ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് വഴി നല്ല രീതിയിൽ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. സ്നാക്ക് മാനുഫാക്ചറിങ് സ്റ്റാർട്ടഡ് ഇൻ മേക്ക് ഷിഫ്റ്റ് ഷെഡ് ഓഫ് എ ഹൗസ്. അപ്പോൾ കൂട്ടുകാരത് വായിക്കുക. ദെൻ എ ഹോം മേക്കർ ഏൺസ് ₹50,000 പെർ മന്ത്. അപ്പോൾ കൂട്ടുകാരതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ദെൻ ഹാവ് യു നോട്ടീസ് ദ എക്സാമ്പിൾസ് ഗിവൺ എബവ്. നിങ്ങൾ മേലെയുള്ളത് വായിച്ചു നോക്കിയോ. ഇഫ് യു ഹാവ് കോൺഫിഡൻസ് ആൻഡ് ദാറ്റ് will to work you can engage in various employments and achieve success in life. എന്താണ്, നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ അത് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഒരു മനസ്സുമുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏത് വിധേയനെയും നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കും. ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ സാധിക്കും. എവറി എംപ്ലോയ്മെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഗ്ലോറി. എല്ലാവർക്കും ഏത് എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു വിജയമുണ്ടായിരിക്കും, അവരുടേതായ ഒരു മഹത്വവും ഉണ്ടായിരിക്കും. എവ്രി വൺ has the right to choose the employment of their choice according to their level of education and aptitude. ഏതൊരാളും സെലക്ട് ചെയ്യേണ്ടത് എന്താണ്, അയാൾ സെലക്ട് ചെയ്യേണ്ട എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് അയാളുടെ എഡ്യൂക്കേഷൻ ലെവലിനെയും അതുപോലെ തന്നെ അയാളുടെ ആപ്റ്റിറ്റ്യൂഡും അനുസരിച്ചായിരിക്കണം. എംപ്ലോയ്മെൻറ്റ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിറ്റർമൈനിങ് ദ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ഒരു കൺട്രിയുടെ, ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് എന്നാണ് ഉള്ളതാണ്. കാരണം ആ രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഏണിങ് വരികയുള്ളൂ അല്ലേ. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഒരു ഏണിങ്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ആയിക്കോട്ടെ സോഷ്യൽ ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള ഡെവലപ്മെൻറ്റിലും ആ ഒരു എംപ്ലോയ്മെൻറ്റ്സിൻ്റെ റോൾ അനുസരിച്ചിട്ടാണ് അവിടെ ഡെവലപ്മെൻറ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ ചെയ്ത് നോക്കുക. അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഉടൻ തന്നെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.